ഹലോ. ഇന്നലെ ഇവിടെ UK ബോൺഫെയർ നൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ബോൺഫെയറൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ ഉത്സവമൊക്കെ കാണാൻ പോകുന്ന പോലെ, പെരുന്നാളൊക്കെ കാണാൻ പോകുന്ന പോലെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി പരിപാടിയായിരുന്നു ഇത്. അപ്പോൾ ഇവർ കുട്ടികളും പ്രായം ചെന്നവരും ഒക്കെ ആയിട്ട് വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നൊരു പരിപാടിയായിരുന്നു. ഞങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മളിത് കുറച്ചും കൂടെ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് കാണുകയാണ്. അവരെല്ലാവരെയും ഓപ്പണായിട്ട് ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല നമ്മളെ കാണുമ്പോഴൊക്കെ നല്ല ഇവരും വന്നല്ലോ എന്നൊരു പുഞ്ചിരി അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ശരിക്കും ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ഐതിഹ്യം അല്ലെങ്കിൽ ഇതൊരു നടന്ന സംഭവമാണ്. 1605 ഇവിടെ UK പാർലമെൻറ്റ് തകർക്കാൻ, അതായത് പാർലമെൻറ്റിന് താഴെ ഗൺ പൗഡറുകൾ നിറച്ച ബാരലുകൾ നിരത്തി ഇതെല്ലാം കൂടെ തീയിട്ട് പാർലമെൻറ്റ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടി, പാളിപ്പോയ പരിപാടി ഓർമ്മയ്ക്ക് വേണ്ടി പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും ബോൺഫെയർ അവരിങ്ങനെ പ്രതീകാത്മകമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതായത് അന്ന് കിങ്സ് ചാൾസ് ഒന്നാമനായിരുന്നു ഭരിക്കുന്നത്. അപ്പോൾ കാത്തലിക്സിന് തിരികെ പ്രൊട്ടസ്റ്റൻസിനെ താഴെ ഇറക്കാൻ വേണ്ടി അവർ കണ്ടൊരു ഐഡിയ ആയിരുന്നു രാജാവിനെയും അല്ലെങ്കിൽ പാർലമെൻറ്റിനെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് അവർ, ഗൈ ഫോക്സ് എന്നൊരാളാണ് ഇതിൻ്റെ തലവൻ, അയാളുടെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ശ്രമിച്ചു, പക്ഷേ ഈ പരിപാടി നടന്നില്ല. അതിനു മുന്നേ തന്നെ സൈന്യം അവരെ പിടികൂടുകയും അവരെ വധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പാളിപ്പോയ ആക്രമണത്തിൻ്റെ പ്രതീകമായിട്ട് എല്ലാ വർഷവും ഇവരിത് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധ സമയത്തും ബോൺഫെയർ ആഘോഷിച്ചിരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എനിമീസിന് ഇവർ ഫയർ വർക്ക്സൊക്കെ നടത്തിയാൽ ഇവരെ ഈസിയായിട്ട് ലൊക്കേറ്റ് ചെയ്ത് ഇവരെ കൊല്ലാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ സമയത്ത് നടക്കാതിരുന്നത്. പക്ഷേ പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും ഏതാണ്ട് 500 വർഷത്തോളം ആകുന്നു ഇവർ ബോൺഫെയർ നടത്തുന്നുണ്ട്. ഭയങ്കര രസമുള്ള കാഴ്ചകളാണ്. നമ്മുടെ പൂരങ്ങളും ഉത്സവങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് വെടിക്കെട്ടൊക്കെ അസാധ്യമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു നൈറ്റായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു.